ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീമന്തത്തെ പറ്റി പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചു, കരിങ്ങാലിമാല ഇടാമോ? കരിങ്ങാലിമാലയെ പറ്റിയാണ് ഈ വീഡിയോ. ആർക്കൊക്കെ ഇടാം, ആർക്കൊക്കെ അത് ഗുണം ചെയ്യും, ആർക്കൊക്കെ ഉപയോഗിക്കാൻ പാടില്ല, ഇതാണ് നമ്മൾ നോക്കാൻ പോകണം. അതിനുമുമ്പ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ചാനൽ കാണണമെങ്കിൽ ഈ ചാനലിൽ 400-ലധികം വീഡിയോകളുണ്ട്. ഇതിൽ പകുതിയോളം വീഡിയോകൾ കേരള അസ്ട്രോളജിയിലെ പ്രമാണ സഹിതം പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അതിൻ്റെ എക്സ്പ്ലനേഷൻ അടങ്ങിയിട്ടുള്ള പാഠ്യഭാഗങ്ങളാണ്. ഒരു പകുതിയോളം വീഡിയോകൾ തമിഴ് അസ്ട്രോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോജിക്കലായിട്ടുള്ള പാഠങ്ങൾ അടങ്ങിയതാണ്. എൻ്റെ ലൈവ് വീഡിയോസ് ഫുള്ള് നിങ്ങൾക്കായിട്ട് തരുന്ന ക്ലാസ്സുകളുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കരിങ്ങാലി. ഞാൻ യാപ്യം സംബന്ധിച്ച് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. വിധി, മതി, ഗതി, യാപ്യം. ഇതാണ് ഒരു മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഒന്നില്ലെങ്കിൽ അത് വിധിയായിരിക്കും, അല്ലെങ്കിൽ അവൻ വളരെയേറെ ബുദ്ധിയോടുകൂടി, ജ്യോതിഷത്തിൽ ലഗ്നം വിധിയാണെങ്കിൽ ചന്ദ്രനാണ് മതി, വളരെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് സക്സസ്സിലേക്ക് എത്താൻ വേണ്ടി ചെയ്യുക. പിന്നെ ഗതി എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ ഗതിയും ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ ഗതിയും അത് നോക്കി കാര്യം ചെയ്യുക. ലാസ്റ്റ് യാപ്യം എന്ന് പറഞ്ഞാൽ കാരകത്വത്തെ പയൻപെടുത്തി സക്സസ് ആവാൻ ശ്രമിക്കുക. കാരകത്വത്തെ ജീവിതത്തിൽ ഉപയോഗിച്ച് സക്സസ് ആവാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ചില പ്രത്യേക കളറുകൾ, ചില പ്രത്യേക പൊരുളുകൾ കൊണ്ടുള്ള മാലകൾ, ചില നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ചെരുപ്പ്, സ്ത്രീകളാണെങ്കിൽ ഉപയോഗിക്കുന്ന ഓർണമെൻറ്റ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാം യാപ്യത്തിൽപ്പെടും. അങ്ങനെ വരുമ്പോൾ മാല, ഇപ്പം ഞാൻ തന്നത് ഇപ്പം 2 മാല കഴുത്തിട്ടുണ്ട്. ഇത് പ്രത്യേകമായിട്ടുള്ള മരം കൊണ്ട് പ്രത്യേകമായിട്ട് ചെയ്യിച്ച് വെള്ളിയിൽ കിട്ടിയേക്കണ മാലയാണ്. അപ്പോൾ ഓരോരോ മാലകൾക്കും വരെ പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ഇപ്പോൾ സൂര്യന് രുദ്രാക്ഷം പറഞ്ഞ മാതിരി, ചന്ദ്രന് മുത്ത് പറഞ്ഞ മാതിരി, ചൊവ്വയുടെ കരിങ്ങാലിയാണ്. ചൊവ്വയുടെ കരിങ്ങാലിയോ? അതെന്താ? വേറൊന്നുമില്ല. ചൊവ്വ എന്ന ഗ്രഹത്തിൻ്റെ എനർജി ഉള്ള വൃക്ഷമാണ് കരിങ്ങാലി. അത് നിങ്ങൾക്ക് വേറെ ഒന്ന് മനസ്സിലാക്കാം. ഓരോ വൃക്ഷം ജനിച്ച നക്ഷത്രമുണ്ട്. ഓരോ നക്ഷത്രത്തിൽ ഓരോ വൃക്ഷം ജനിച്ചു, അല്ലെങ്കിൽ ഓരോ നക്ഷത്രത്തിന് പറ്റിയ വൃക്ഷം എന്ന് പറഞ്ഞാൽ കരിങ്ങാലിയുടെ വൃക്ഷം, കരിങ്ങാലി എന്ന വൃക്ഷത്തിൻ്റെ നക്ഷത്രം മൃഗശീർഷമാണ്, അതായത് മകേരിയാണ്. മകീരത്തിൻ്റെ നക്ഷത്രാധിപൻ ചൊവ്വയാണ്. അപ്പോൾ ചൊവ്വയ്ക്ക് ചേർന്ന വൃക്ഷമാണ് കരിങ്ങാലി. ഒരു ജാതകത്തിൽ ഇത് ആർക്ക് ധരിക്കാം എന്ന് പറഞ്ഞാൽ, ഇത് സാധാരണ രീതിയിൽ തമിഴ് അസ്ട്രോളജേഴ്സ് ധരിക്കരുതെന്ന് പറയാറുണ്ട്. വിദ്യയുള്ളവർ, പഴവർ, എൻ്റെ ചില ആശാന്മാർ പറഞ്ഞിട്ട് ഇതൊന്നും ധരിക്കരുതെന്ന് വീഡിയോ വരിയിട്ടുണ്ട് യൂട്യൂബിൽ. സംഭവം ഇത്രേ ഉള്ളൂ. ഈ നക്ഷത്രം, കാലപുരുഷൻ്റെ നക്ഷത്രത്തിൽ അശ്വതി, ഭരണി, കാർത്തിക കാല്, കാർത്തിക മുക്കാല്, രോഹിണി, മകീര്യം അര, മകീരത്തര, തിരുവാതിര, പുണർദ മുക്കാല്, ഇങ്ങനെ വരുമ്പോൾ വരിശയായിട്ട് എഴുതുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം. ഇത് താരാബലത്തിൽ താരാബലമില്ലാത്ത നക്ഷത്രമാണ്. ഒന്നാമത്തത് പ്രഥമ താര, ദ്വിതീയ താര, തൃതീയ താര, ചതുർത്ഥ താര, പഞ്ചമ താര. ഒന്നാമത്തെ അപ്പോൾ ലഗ്നതാര എന്ന് പറയും. രണ്ടാമത്തത് സമ്പത്താര, മൂന്നാമത്തെ വിപത്ത് താര, നാലാമത്തെ ക്ഷേമതാര, അഞ്ചാമത്തെ പ്രത്യയതാര. പ്രത്യര, പ്രതി പ്ലസ് അര, പ്രത്യര. പ്രത്യ പ്ലസ് അര, പ്രതി പ്ലസ് അര.
പ്രത്യര എന്ന് പറഞ്ഞാൽ കലഹം ഉണ്ടാക്കുന്ന, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്ന എന്ന് ആണ് അർത്ഥം. പ്രതി ആരായുക, പ്രതി പ്ലസ് ആരായുക, ഒന്നിന് എതിരായിട്ട് ചോദിക്കുക, തർക്കിക്കുക. അങ്ങനെ തർക്കവാസനയുള്ള, തർക്കചിന്തയുള്ള കാലപുരുഷൻ്റെ 5ാമത്തെ നക്ഷത്രത്തിൻ്റെ വൃക്ഷമായ കരിങ്ങാലി ഇടുമ്പോൾ അവർക്ക് തർക്ക സ്വഭാവവും ദേഷ്യവും കലഹവാസനയൊക്കെ കൂടുമെന്നാണ് സാധാരണ ഒരു അമയ്പ്പ്. എന്നാൽ ഇത് ഭദ്രകാളിക്ക് ചേർന്നതാണ്. അവർക്ക് വേണ്ടതും ഇത് തന്നെ, പ്രതിരോധക ശക്തി ആണ് വേണ്ടത്. ആ ശക്തിയെ കൂട്ടാനായിട്ട് ഭദ്രകാളി ഉപാസകന്മാർക്ക് ഇത് ധരിക്കാം. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, എല്ലാവരും ഭദ്രകാളി ഉപാസിക്കാൻ പാടുണ്ടോ? അതുമില്ല. ഒരു ദേവതാ ഉപാസന ചെയ്യുമ്പോൾ അവൻ്റെ ജാതകത്തിൽ 1, 5, 9 ഭാവങ്ങളായിട്ട് ചൊവ്വയ്ക്ക് കണക്ഷൻ വന്നം. നക്ഷത്രം മൂലം, സാരം മൂലം 1-ാം ഭാവാധിപനിരിക്കുന്ന നക്ഷത്രം മകീരം ചിത്രാവിട്ടം, 5-ാം ഭാവാധിപനിരിക്കുന്ന നക്ഷത്രം മകീരം ചിത്രാവിട്ടം, 9-ാം ഭാവാധിപനിരിക്കുന്ന നക്ഷത്രം മകീരം ചിത്രാവിട്ടം. ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. 1-ാം ഭാവം ചൊവ്വ ഇടത്, ചൊവ്വ ഇരിക്കുന്ന സ്ഥാനം കേന്ദ്ര ത്രികോണങ്ങളാണെങ്കിൽ ഇങ്ങനെ കുറേ റൂളുകൾ വരുന്നുണ്ട്. ആ റൂളുകൾ കറക്റ്റായിട്ട് വരുന്നവനെ ഭദ്രകാളി ഉപാസന ചെയ്യാൻ പാടുള്ളൂ. ചൊവ്വ തന്നെ ഓജരാശിയിലാണെങ്കിൽ സുബ്രഹ്മണ്യനും, യുഗ്മരാശിയിൽ ആണെങ്കിൽ ഭദ്രകാളിയും, ചില പ്രത്യേക ഗ്രഹത്തിനോട് കൂടിയിരിക്കുന്ന ചൊവ്വ ഭദ്രകാളിയും, ചില പ്രത്യേക ഗ്രഹത്തിനോട് കൂടിയിരിക്കുന്നത് സുബ്രഹ്മണ്യനും മറ്റ് അവാന്തര ദേവതകളൊക്കെയാണ്. ഇത് വേറെ ഒന്നുമില്ല, ഇത് എനർജിയെ കാണിക്കുന്നതാണ് ഓരോ ദേവതകളുടെയും. അപ്പോൾ ചൊവ്വാംശം ഉള്ള, സംഹാരാംശമുള്ള ദേവതയായ ഭദ്രകാളിയെ പൂജിക്കുന്നവർക്ക് ധരിക്കാം. അത് പൂജിക്കുന്നത് വെറുതെ അങ്ങോട്ട് യൂട്യൂബിലോ വേറെ വല്ലയിടത്തും കണ്ടിട്ട് ഭദ്രകാളി മന്ത്രം ജപിച്ചേക്കാം. ഓം സദ്യശ്ചിന്ന ശിരോ കൃപാണം അഭയം ഹസ്തേർവരം ബിഭ്രതിം ഹോരസ്യ ശിരസാം, ഇങ്ങനെ, അല്ലെങ്കിൽ രക്താംബാം രക്തവസ്ത്രാം കരവലുത വിലസ് കുണ്ടലാം ചന്ദടംഷ്ടാം കണ്ടോദ്യ ചണ്ടമാല ഇങ്ങനെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ചണ്ഡികേ ചണ്ടായുധേ ചണ്ഡ രൂപേ താണ്ഡവപ്രിയെ കുണ്ടലി ഭൂത നാഗമണ്ഡലി ഭൂതകണ്ഠസ്ഥല ഇങ്ങനെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ക്രീം എന്ന മന്ത്രം ജപിക്കുക, അല്ലെങ്കിൽ ഐം കൂട്ടിയുള്ള മന്ത്രം ജപിക്കുക. ഇതൊക്കെ യൂട്യൂബിലൊക്കെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ സീൻ കോൺട്രാവും. നിങ്ങളുടെ വലത്തോട്ട് കറങ്ങേണ്ട ചക്രങ്ങളൊക്കെ ഇടത്തോട്ട് കറങ്ങും. ചിലത് വലത്തോട്ട് കറങ്ങുന്നത് വലത്തോട്ടും, ചിലത് ഇടത്തോട്ടൊക്കെ കറങ്ങും. ആവശ്യമില്ലാതെ അങ്ങനെ ചെയ്യുന്നവൻ കരിങ്ങാലിമാല ധരിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഗുണം കിട്ടും. ആർക്ക്? വല്ല മെൻ്റൽ ഹോസ്പിറ്റലുകാർക്കോ നിങ്ങളുടെ ശത്രുക്കൾക്കോ. കാരണം നിങ്ങൾക്ക് എന്തായാലും പ്രശ്നം വരും. അപ്പോൾ കരിങ്ങാലിമാല ധരിക്കുമ്പോൾ യാപ്യം എന്നുള്ള രീതിക്കാണ് നിങ്ങൾ ധരിക്കണമെങ്കിൽ നിങ്ങളുടെ നാള് വെച്ചിട്ട് ഇത് കറക്റ്റ് ആയിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ നാളിൻ്റെ, നിങ്ങളുടെ അശ്വതി നാളാണെങ്കിൽ ധരിക്കരുത്, കാർത്തിക നാളാണെങ്കിൽ ധരിക്കരുത്. അശ്വതി നാളാണെങ്കിൽ ധരിക്കരുത്, കാർത്തിക നാളാണെങ്കിൽ ധരിക്കരുത്, ഉത്രട്ടാതിയാണെങ്കിൽ ധരിക്കരുത്. ഫസ്റ്റ് റൂള്. ഇനിയും റൂളുകളുണ്ട്, ഇനിയും റൂളുകൾ ഇതിന് ഉണ്ട്. അഷ്ടമരാശിക്കൂറ്, 6-ാം കൂറ് ഗ്രഹം ഇരിക്കണമൊക്കെ നോക്കണം. ഫസ്റ്റ് നിങ്ങളുടെ 3 ആളാണെങ്കിൽ നിങ്ങൾ ധരിക്കണ്ട, നിങ്ങൾക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബാക്കിയുള്ള കൂടുതൽ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതൊക്കെയാണ് കരിങ്ങാലിയുടെ പ്രത്യേകതകൾ, കരിങ്ങാലി മാല ധരിക്കേണ്ടത് ഒക്കെ. അതുപോലെ തന്നെ നിങ്ങൾ ഉപാസന പൂജകളൊക്കെ ചെയ്യുകയാണെങ്കിൽ, വീട്ടിൽ വെച്ച് ഭദ്രകാളി പൂജയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകം മുറി ആവശ്യമാണ്. അതെപ്പോഴും അടച്ചിട്ടിരിക്കണം. നിങ്ങൾ ആ പൂജാ സമയം മാത്രം തുറക്കാൻ പാടുള്ളൂ. മുദ്രകളാൽ ബന്ധിക്കണം. വീട്ടിലാണെങ്കിൽ തന്നെ ആ മുറിയും മുദ്രകളാലും സമിത്തുകളാലും ബന്ധിക്കണം എന്നൊക്കെ ഉള്ളത് കൊണ്ട് ആ എനർജി വീട്ടിലേക്ക് പടർന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് ദോഷമായിട്ട് വരും. അതുപോലെ കരിങ്ങാലി മാല നിങ്ങൾ ഇടാത്ത സമയത്ത് വെക്കാനായിട്ട് പ്രത്യേക അതിനാവശ്യമുള്ള പെട്ടികളും പട്ടുകളും ആവശ്യമാണ്. അതൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിരിക്കണം എന്നൊക്കെയാണ് അതിൻ്റെ സങ്കല്പം. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് ചെയ്യുക, അറിയാതെ ചെയ്താൽ കുഴപ്പമുണ്ടാവാൻ സാധ്യത വരും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിലവർ ഇതൊക്കെ ഇട്ടാലും അവരെ കാര്യമായിട്ട് ബാധിക്കില്ല. എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ജാതകത്തിൽ ചൊവ്വ നല്ല പൊസിഷനിൽ നല്ല പവറാണെങ്കിൽ ഇട്ടാൽ ബാധിക്കില്ല. റോങ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും. കാര്യം ഒരു ബോർഡർ ലൈനിൽ നിൽക്കുന്ന ഒരു ഗ്രഹസ്ഥിതിയാണെങ്കിൽ ഇതിടുന്ന സമയത്ത് നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കുഴിച്ചാടും. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നോക്കാം. ഓം അഗത്തീശ്വരായ നമഃ.